സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്കുള്ള സാധനങ്ങളുടെ വിതരണം മുടങ്ങി. സപ്ലൈകോ കരാറുകാർക്ക് 3 മാസമായി പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചുരുങ്ങിയ സ്റ്റോക്ക് മാത്രമാണ് റേഷൻ കടകളിലുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ സാധനങ്ങൾ വിതരണം ചെയ്ത കണക്കിൽ 4,42,92,000 രൂപയാണ് കരാറുകാർക്ക് സർക്കാർ നൽകുവാനുള്ളത്. സംസ്ഥാനത്തെ 78 താലൂക്കുകളിലേക്ക് 56 കരാറുകാരാണ് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. കരാറുകാർ പണം നൽകാത്തതിനാൽ ചുമട്ടുതൊഴിലാളികളും ലോറി ഉടമകളും ഗോഡൌണുകളിൽ നിന്നും ലോഡ് കയറ്റാനോ ഇറക്കാനോ തയ്യാറാകുന്നില്ല. കരാറുകാർക്ക് പണം നൽകേണ്ടതോ സർക്കാരും. ഗവൺമെൻറ് അവർക്ക് 3 മാസത്തെ വേതനം ബാക്കിയാണ് എന്ന് പറയുന്നു. അവർ പറയുന്നത് പൈസ കിട്ടിയാലേ ഞങ്ങൾ തൊഴിലെടുക്കൂ എന്നുള്ള ഒരു വിഷയത്തിലാണ് അവർ നിൽക്കുന്നത്. സമരം മൂലം പല റേഷൻ കടകളിലും അരിയില്ല. ചിലയിടങ്ങളിൽ ചുരുങ്ങിയ ദിവസങ്ങളിലേക്കുള്ള സ്റ്റോക്കാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പോസ്റ്റ് ആറാറാണ്. അത് ശരിയായി വരുമ്പോൾ ജനം വരുമ്പോൾ അരി കൊടുക്കാനില്ലാത്തൊരവസ്ഥ. ഈ അരി കൊടുക്കാനില്ലാത്ത അവസ്ഥക്ക് അടിയന്തര പരിഹാരം കാണാം. ചില കടകളിൽ ഇപ്പം അരി ഇല്ല, ചില കടകളിൽ ഭാഗികമായ അരിയുണ്ട്. എന്നാൽ ആ ഭാഗികമായ അരി തീർന്നാൽ വിതരണം പാടെ നശിക്കും. 1 മാസത്തെ കുടിശ്ശികയെങ്കിലും അനുവദിച്ച് വിതരണം പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് സപ്ലൈകോ കരാറുകാരുടെ ആവശ്യം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.